നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഈ തർക്കങ്ങളില്ലാത്ത ഒരു കുടുംബം ഉണ്ടാകില്ലല്ലേ? അതെ. ചട്ടിയും കലമായ തട്ടിമുട്ടിയിരിക്കും. പക്ഷെ ഈ ചട്ടി അല്ലെങ്കിൽ കലം പൊട്ടിപ്പോയി എന്ത് ചെയ്യും? ചട്ടി പൊത്തു പോവുകയും കലം പൊട്ടിപ്പോവുകയും ചെയ്താൽ വേറെ കലവും ചട്ടിയും വാങ്ങണം. ഏതാണ്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ ആ ഒരു പുതിയ കലവും ചട്ടിയും അല്ലേ, പുതിയ കലവും ചട്ടിയും മുന്നണി, അങ്ങനെ ഒരു വാർത്ത കേട്ടു. പണ്ട് പയറ്റി പൊട്ടിപ്പാളീസായൊരു പരീക്ഷണം അല്ലേ? അന്നൊരു മുഖ്യമന്ത്രി കിട്ടി, എങ്കിലും അല്ല അന്നൊരു പ്രധാനമന്ത്രി കിട്ടി നമുക്ക്, മൂന്നാം മുന്നണിക്ക്. അതെ. പക്ഷെ എന്ത് ഗുണം? ഇപ്പം അതേപോലെ കാര്യങ്ങൾ രണ്ട് പ്രധാനമന്ത്രിമാരെ രണ്ടുപേരെ കിട്ടി. ഇപ്പം വി പി സിംഗ് അടക്കം അല്ലേ? അത് അന്ന് വി പി സിംഗിൻ്റെ കാലത്ത് അല്ല, ശരിക്കും ദേവഗൗഡ അങ്ങനെ പ്രധാനമന്ത്രിയായ ദേവഗൗഡയും ഐ.കെ. ഗുജറാളും കോൺഗ്രസ് പുറത്തു നിന്ന് മൂന്നാം മുന്നണിയെ പിന്തുണയ്ക്കുകയായിരുന്നു. അന്ന് കോൺഗ്രസ് പിന്തുണയ്ക്കാനുണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസിനെതിരെയാണ് കാര്യങ്ങൾ. ഈ പിന്നീട് അതേ കോൺഗ്രസിനെ ഈ മൂന്നാം മുന്നണി പിന്തുണയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതെ. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞതുപോലെ മൂന്നാം മുന്നണിയും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞ 12 വർഷമായിട്ട് പ്രതിപക്ഷത്തിൽ നിന്ന് ഒന്നുമാകാതെ 2 ടൈം ഇലക്ഷൻ കായം കളിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വീണ്ടും വിഘടിക്കുകയാണ് അല്ലേ? അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എവിടെ നിന്നാണ്? കലം പൊട്ടി തുടങ്ങി ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ്. കാരണം സ്റ്റാലിനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു, BJP അല്ല. കാരണം സ്റ്റാലിന് ഈ കോൺഗ്രസ് ചെയ്ത ചതി മറക്കാൻ പറ്റുന്നില്ല. കാരണം കോൺഗ്രസ് കയറി പിന്തുണച്ചില്ലെങ്കിൽ വിജയിന് അവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും വിജയ് അവിടെ AIDMKയുടെ പിന്തുണ തേടേണ്ടി വന്നേനെ. AIDMK എന്ന് പറയുന്നത് DMKയുടെ മറ്റൊരു പതിപ്പാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് AIDMKയും DMKയും. അപ്പോൾ വീണ്ടും ദ്രാവിഡ രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിലൊരു പ്രസക്തി ഉണ്ടായി വരുമായിരുന്നു. അല്ലെങ്കിൽ ആ ദ്രാവിഡ രാഷ്ട്രീയം തകർന്നു പോകാതെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ സത്യത്തിൽ ദ്രാവിഡ രാഷ്ട്രീയത്തെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ. പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് പാലം വലിച്ചു എന്നൊരു വാർത്ത. അതെ, പാലം വലിച്ചു എന്നുള്ളതിനേക്കാൾ കോൺഗ്രസ് ചതിച്ചു എന്നുള്ളതാണ് സ്റ്റാലിന്റെ നിലപാട്. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷമല്ല, വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം, ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമല്ല, അതിന് മുമ്പ് തന്നെ, വോട്ടെണ്ണലിന് മുമ്പ് തന്നെ. അല്ല, അതിന് മുമ്പത്തെ കാര്യം അത്ര പ്രസക്തമല്ല. അവിടെ കോൺഗ്രസ് പല അടവുകളും വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട്. കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് വാങ്ങിച്ചു, വിലപേശി കോൺഗ്രസ് പലതും വാങ്ങിച്ചു. അത് വാങ്ങിയെടുത്തതിൻ്റെ നന്ദി കോൺഗ്രസ് കാണിച്ചില്ല എന്നാണ് സ്റ്റാലിൻ്റെ ഇപ്പോഴത്തെ ആക്ഷേപം. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കോൺഗ്രസ് വളരെ പെട്ടെന്ന് അതായത് സ്റ്റാലിൻ്റെ ചിലവിൽ, സ്റ്റാലിൻ്റെ പണം, സ്റ്റാലിൻ്റെ ആൾക്കാർ, സ്റ്റാലിൻ്റെ വോട്ട്, ഇതേപോലെ വിജയോടും ചെയ്തിട്ടുണ്ട്. വിജയുടെ രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വാങ്ങിച്ചു. അതിപ്പം വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ നമുക്ക്. കോൺഗ്രസിന് ഡൽഹിയിൽ പാർലമെന്റിൽ പരമാവധി ആൾക്കാരെ അണിനിരത്തണം. അതാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം. വിജയിന്റെ ആളവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല. വിജയും വിചാരിക്കണം തൽക്കാലം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കളിച്ചാൽ മതി, സമയം വരട്ടെ, നമുക്ക് കോൺഗ്രസിനെ വിഴുങ്ങേണ്ട കാലത്ത് നമുക്ക് കോൺഗ്രസിനെ വിഴുങ്ങാം. ഇതാണ് വിജയിന്റെ അജണ്ട. വിജയ് ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട് കഴിയുന്ന ഒരാൾ തന്നെയാണ് വിജയ്. പിന്നെ ആർക്കും സ്വപ്നം കാണാം, അതിന് പ്രത്യേകിച്ച് നികുതിയൊന്നും കൊടുക്കണ്ടല്ലോ. എന്തായാലും ഇവിടെ സ്റ്റാലിൻ വളരെ ശക്തമായ നിലപാടുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബലമായ ഘടകകക്ഷി സ്റ്റാലിനാണ്. മമത ഉണ്ടായിരുന്നത് പൊളിഞ്ഞു, ലാലു പൊളിഞ്ഞു. മമത കോൺഗ്രസിനെ വരച്ച വരയിൽ നിർത്താൻ കോൺഗ്രസിനോട് വലിയ വെല്ലുവിളിയൊക്കെ നടത്തി. അങ്ങനെ എന്താ പറയുക, രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുന ഖാർഗെയും സോണിയെയും ഒക്കെ താലങ്ങും വിലങ്ങും അറഞ്ചം പുറഞ്ചം വിമർശിക്കുകയൊക്കെ ചെയ്ത മമത ഇപ്പോൾ പഞ്ചപുച്ഛമടക്കി തലയും താഴ്ത്തി വന്ന് മിണ്ടാതെ വന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു. നമുക്ക് എല്ലാ മാസവും കാണാമെന്നും പറഞ്ഞു. അപ്പം മമതയുടെ അഹങ്കാരം തീർന്നു. ഇനി മമതയ്ക്ക് ഐദർ BJP ഓർ കോൺഗ്രസ് എന്നുള്ളതാണ്. അതിൽ മമതയ്ക്ക് ഇനി കോൺഗ്രസിൻ്റെ ഒപ്പമേ നിൽക്കാൻ പറ്റുള്ളൂ. മമത ആദ്യം നിന്നത് BJPക്ക് ഒപ്പമാണ്. തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച്
അവിടെ ഏതാനും എം പിമാർ ജയിച്ചു കഴിഞ്ഞപ്പോൾ അത് മമത 98-ലും 99-ലും BJPക്കൊപ്പം നിൽക്കുകയായിരുന്നു. ആ മമതയാണ് 2004-ൽ പാലം വലിച്ച് കോൺഗ്രസിൻ്റെ ഒപ്പം പോയത്. അല്ലേ? ഇനിയിപ്പോൾ മമതയ്ക്ക് വഴി വേറെ ഇല്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ലാവണത്തിൽ ഒതുങ്ങിക്കൂടുക, കോൺഗ്രസിൻ്റെ സംരക്ഷണയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരുണ്ട്. അതായത് ഇവർക്കെല്ലാം അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് ശത്രുവാണ്. ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ കാര്യം എടുക്കൂ. ഇടതുപക്ഷം ഡൽഹിയിൽ ചെല്ലുമ്പോൾ അവർക്ക് കോൺഗ്രസിൻ്റെ തണൽ വേണം. പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് അവരുടെ പ്രഖ്യാപിത ശത്രുവാണ്. ഇപ്പോൾ പണ്ടൊരിക്കൽ മല്ലികാർജ്ജുന ഖാർഗെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, ആരാണ് താങ്കളുടെ പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യ എതിരാളി, രാഷ്ട്രീയ എതിരാളി? ഹൂ ഈസ് യുവർ പൊളിറ്റിക്കൽ എനിമി എന്ന് ഞാൻ ചോദിച്ചു, രാഷ്ട്രീയ എതിരാളി. അപ്പോൾ അദ്ദേഹം അന്ന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. അദ്ദേഹം പറഞ്ഞ മറുപടി, അത് താങ്കൾ ഞങ്ങളുടെ KPCC പ്രസിഡൻറ്റുമായിട്ട് ഈ കാര്യം സംസാരിക്കൂ, ഈ ചോദ്യം അദ്ദേഹത്തിനോടാണ് ചോദിക്കേണ്ടത്, അദ്ദേഹം മറുപടി പറയും. ശരി. അപ്പോൾ കേന്ദ്രത്തിൽ CPM-ഉം CPI-യും കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടാണ്. കാരണം പൊതുശത്രു മോദി. അതെ. പക്ഷെ കേരളത്തിൽ BJP അത്ര ശക്തരല്ലാത്തത് കൊണ്ട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ എതിരാളി CPIM-ഉം CPIM-ൻ്റെ മുഖ്യ എതിരാളി കോൺഗ്രസുമാണ്. പക്ഷേ ഇന്ന് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തലസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിൽ ഇന്ത്യ മുന്നണി നിലവിൽ വന്നു എന്നാണ്. UD സർക്കാർ അല്ല, അത് വന്നു കഴിഞ്ഞു. കേരളത്തിൽ ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിന് എക്സാക്ട്ലി മമത എങ്ങനെയാണോ ബംഗാളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേ പ്രശ്നമാണ് കേരളത്തിൽ CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള LDF അനുഭവിക്കാൻ പോകുന്നത്. അവിടെ ഒരു വ്യത്യാസമുള്ളത്, മമതയുടെ കയ്യിൽ 80 MLA-മാരും 28 MP-മാരും ഉണ്ട്. ഇവിടെ CPM-ൻ്റെ കയ്യിൽ, LDF-ൻ്റെ കയ്യിൽ 35 MLA-മാരും വിരലിലെണ്ണാവുന്ന 2-3 MP-മാരുമാണ് ഉള്ളത്, രാജ്യസഭയിലും പിന്നെ ലോക്സഭയിലും കൂടെ ചേർത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഇടതുപക്ഷത്തിന് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പഞ്ചപുച്ഛമടക്കി കോൺഗ്രസിനൊപ്പം നിൽക്കുകയേ വഴിയുള്ളൂ. കാരണം കേരളത്തിലും BJP 1 അല്ല 3 സീറ്റുകളിൽ ജയിക്കുകയും BJPയുടെ മുന്നേറ്റം ഇവിടുന്ന് ആരംഭിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ BJPക്ക് വെച്ചടി കയറ്റമുണ്ടായാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഇവിടെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പും കൂടുതൽ ശക്തമായി മാറും. ഇപ്പോൾ വലിയ നേതാവൊന്നുമല്ലെങ്കിലും മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി വീണ്ടും ആവർത്തിച്ചൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങൾ വല്ലതും ഈ മഴയത്ത്, ഈ ജൂൺ മാസത്തെ മഴ തകർന്ന് വീഴുകയാണെങ്കിൽ അതിന് ഇടതിനെയും കുറ്റം പറയണ്ട, വലതിനെയും കുറ്റം പറയണ്ട, പഴക്കം കാരണമാണെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം നവീകരിക്കാത്ത സ്കൂളുകൾ നിരവധി ഉണ്ട്. അതിന്റെ കണക്ക് ശിവൻകുട്ടിക്ക് അറിയുകയും ചെയ്യാം. അതെ, ഇരിക്കട്ടെ. അപ്പോൾ ഇന്ത്യ മുന്നണി ഇതുപോലെ ഇടതുപക്ഷത്തെക്കാളും കുറെ കൂടി ശക്തിയുള്ള, ഇപ്പോൾ ഇടതുപക്ഷം വളരെ ദുർബലമാണ് അല്ലേ? ബംഗാളിലില്ല, പിന്നെ ബംഗാളിൽ ഒരു MLA എന്തോ ജയിച്ചിട്ടുണ്ട്, ത്രിപുരയിൽ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കും. തമിഴ്നാട്ടിൽ അത് സ്റ്റാലിന്റെ ചെലവിൽ ജയിച്ചതാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് അത് തീരും. സ്റ്റാലിനെ വഞ്ചിച്ചു പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഡൽഹിയിൽ അങ്ങനെയല്ല. ഡൽഹിയിൽ CPM-നേക്കാളും CPI-യേക്കാളും, CPI എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഇല്ല, ഇന്ത്യയിലില്ല. കേരളത്തിലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതും CPM-ൻ്റെ ബലത്തിലാണ് ജയിക്കുന്നത്. പഞ്ചാബിൽ എവിടെയോ ഉണ്ട്. പഞ്ചാബിൽ ഉണ്ട്, പക്ഷേ ജയിച്ചിട്ടുണ്ടോ അതാണ് ചോദ്യം. അപ്പോൾ ഇരിക്കട്ടെ. ഇവിടെ ഈ ഡൽഹിയിൽ CPIM-നേക്കാളും ശക്തിയുള്ള ഒരു പാർട്ടി അവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബിൽ ഭരണമുണ്ട്, നേരത്തെ ഡൽഹിയിലുണ്ടായിരുന്നു, 2 സംസ്ഥാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പഞ്ചാബിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ CPM-ന് ഒരിടത്തും ഭരണമില്ല. അപ്പോൾ ആരാ തമ്മിൽ ഭേദം? ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബ് പോലൊരു കേരളത്തെക്കാൾ കുറച്ചുകൂടെ വലിയ സംസ്ഥാനമാണ് അല്ലേ? സീറ്റെണ്ണം കൂടുതലുണ്ട്. അപ്പോൾ ആ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണമുണ്ട്. ആ ആം ആദ്മി പാർട്ടി അല്ലേ CPIM-നേക്കാൾ ഇന്ത്യ മുന്നണിയിൽ
ശക്തി കൂടുതൽ. തീർച്ചയായിട്ടും അവർ കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്. അവർ കോൺഗ്രസിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലൊക്കെ പങ്കെടുത്തെങ്കിൽ, ഇപ്പോൾ സ്റ്റാലിനാണ് ബഹിഷ്കരിച്ചത് എങ്കിലും ഇന്ത്യ മുന്നണിയെ ബഹിഷ്കരിച്ച് നിൽക്കുന്ന മറ്റൊരു പ്രധാന ശക്തി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുമാണ്. അപ്പോൾ സ്റ്റാലിൻ, അരവിന്ദ് കെജ്രിവാൾ, ഇനി ലാലു ഒട്ടും സംതൃപ്തനല്ല. കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് ലാലുവിന് പരിക്ക് മാത്രമേ ഉള്ളൂ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ കോൺഗ്രസ് അടികൂടി വാങ്ങിച്ച മണ്ഡലങ്ങളിലെല്ലാം പൊട്ടി. ആകെ 6 പേരെയാണ് ജയിപ്പിക്കാൻ പറ്റിയത്. 48 പേരെന്തോ മത്സരിച്ചിട്ട്. ആ 6 പേരെ ജയിപ്പിച്ച കോൺഗ്രസ് ആ 6 പേരും ഇപ്പോൾ NDAയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ച പോലും കോൺഗ്രസ് അത് വരുന്നു. അതുപോലെ ഈ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബ് ഭരിക്കുന്നത് പോലെ ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അവിടെ ഹേമന്ത് സോറൻ്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് അവിടെ ഭരിക്കുന്നത്. ഈ ഹേമന്ത് സോറൻ അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അവിടെ രാജ്യസഭാ സീറ്റിന് കലഹിച്ച് ഒരു സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചിപ്പോൾ സോറനോട് വഴക്കിട്ട് പിരിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് സ്റ്റാലിൻ, അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ, ലാലു മകൻ തേജസ്വി, ഇനിയുമുണ്ട്, തീർന്നില്ല. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ കോൺഗ്രസിനോട് എതിരിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസ് ഉദ്ധവ് താക്കറെയായിട്ട് നമുക്ക് ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദ്ധവ് താക്കറേക്കും കോൺഗ്രസിനെ, കാരണം കോൺഗ്രസിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണല്ലോ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായത്. ആ ഉദ്ധവ് താക്കറെ ഇന്നിപ്പോൾ സ്വയംകൃതാനർത്ഥം കൊണ്ട് ഉപ്പുവെച്ച കലം പോലെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടി ഇല്ലാതായി. അത് പരിപൂർണമായിട്ടും ഏകനാഥ് ഷിൻഡെയുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു. ഇന്നത് NDAയിലെ ഒരു പ്രബല കക്ഷിയായിട്ട് ശിവസേന ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ ഈ ഉദ്ധവ് താക്കറേക്ക് കോൺഗ്രസിനെ വിശ്വാസമില്ല. അപ്പോൾ അവിടെ ഉദ്ധവ് താക്കറെ, അരവിന്ദ് കെജ്രിവാൾ, ലാലു, ഹേമന്ത് സോറൻ ഇവരെല്ലാ പേരും കൂട്ടുകൂടാൻ പോകുന്നത് സ്റ്റാലിനുമായിട്ടാണ്. അവർക്ക് ഇന്ത്യ മുന്നണിയോടല്ല താല്പര്യം. ഇവരെല്ലാം വിചാരിച്ചാൽ ഏതാനും വിരലെണ്ണാവുന്ന MP-മാരെ, ഇപ്പോൾ സ്റ്റാലിൻ വിചാരിച്ചാൽ കൂടുതൽ MP-മാരെ സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ ഇവർ വിചാരിച്ചാലും കുറച്ച് MLA-മാരെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒറ്റ ബ്ലോക്കായാൽ ഇന്ത്യ മുന്നണി, നോക്കൂ, ഇന്ത്യ മുന്നണി അവിടെ ഉണ്ട്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു BJP വിരുദ്ധ മുന്നണി അവിടെ ഉണ്ട്. പക്ഷേ അതിനകത്തുനിന്ന് കുറേ പേർ പുറത്ത് വന്ന് ഒരു BJP പ്ലസ് കോൺഗ്രസ് വിരുദ്ധ മുന്നണിയായിട്ട് അവർ മാറിയാൽ അത് മൂന്നാം മുന്നണിയാണ്. അപ്പോൾ മൂന്നാം മുന്നണിക്ക് അതിൻ്റേതായ ഒരു 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 അസ്തിത്വം ഉണ്ടായി വരികയാണ് ഇന്ത്യയിൽ. നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. അതായത് ഒരേ സമയം കോൺഗ്രസിനോടും BJPയോടും തുല്യമായ അകലം പാലിക്കുന്നു. അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. BJP വോട്ടുകൾ, BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നു എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കാണുന്ന, പ്രഥമ ദൃഷ്ടിയ കാണുന്ന ഒരു കാര്യം. അത് ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നപ്പോഴും നമുക്കറിയില്ല, മമതാ ബാനർജി ആദ്യമേ വിഘടിച്ചു. അങ്ങനെ മമതയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഇവർ ഒരുമിച്ചിട്ടില്ല. മുന്നണിയുടെ ഓരോ കോൺഗ്രസിനെ മമത പുച്ഛിച്ചു തള്ളുകയായിരുന്നു. കോൺഗ്രസിനോട് ഒരു ദയാവായ്പും കാണിച്ചില്ല. പക്ഷെ ഇപ്പോൾ ആ മമതയ്ക്ക് കോൺഗ്രസിന്റെ ദയാവായ്പ വേണം. പക്ഷെ ഓരോ സ്റ്റേറ്റിലും ഓരോ പാർട്ടിക്ക്, അതായത് ലോക്കൽ പാർട്ടികൾക്ക്, പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ മുന്നിലിരിക്കുന്ന പാർട്ടികൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം തമിഴ്നാട്ടിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണെങ്കിൽ ഇവിടെ കേരളത്തിൽ വിരുദ്ധ ചേരികളിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരിപ്പോൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് BJP എതിർക്കാൻ നോക്കുകയാണ്. പക്ഷേ BJP ആണെങ്കിൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് മതി എന്ന് തൃപ്തരായി നിൽക്കുകയാണ്. അപ്പം പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ സ്വഭാവം ഓന്തുപോലെയാണ്. ഒരു സംസ്ഥാനത്ത് ചുവപ്പെങ്കിൽ മറ്റേ മഞ്ഞ. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഒന്നിനും തന്നെ ഒരു ഏകീകൃത സ്വഭാവമില്ല. കാരണം പൊതുശത്രുവായ BJPയെ നേരിടണം, മോദിയെ വലിച്ച് താഴെ ഇറക്കണം, മറ്റാര് വേണമെങ്കിലും അവിടെ അധികാരത്തിൽ വന്നോട്ടെ, ഞങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും, അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞങ്ങൾ ചെയ്യും. പക്ഷെ അവിടെ മോദി അവിടെ അധികാരത്തിലുണ്ടായിരുന്നു. കാരണം മോദി അവിടെ ഇരുന്നാൽ ഇതൊന്നും നടക്കില്ല.
അപ്പോൾ മോദിയെ താഴെ ഇറക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഒരു തരത്തിൽ നോക്കിയെടുത്ത് ബി ജെ പിക്ക് വലിയ ഗുണമാണ് ഇത് വീണ്ടും പുലരുന്നത്. അല്ല, അതൊരു കാര്യം. മറ്റൊന്നുകൂടി ഞാൻ പറയട്ടെ. 2004 ഈ ഇടതുപക്ഷം അടക്കമുള്ളവർ കോൺഗ്രസിനെ പിന്തുണച്ചപ്പോൾ അന്നൊരു പുതിയ ടേം നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു, CMP. അപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാം. കോമൺ മിനിമം പ്രോഗ്രാം. പണ്ട് ഇന്ത്യ വിഷൻ്റെ ടെസ്റ്റിന് 2005 6 എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇന്ത്യ വിഷൻ ടെസ്റ്റ് നടത്തിയപ്പം ഫുൾ ഫോം എഴുതാൻ ആവശ്യപ്പെട്ട CMP ആണ്. കുട്ടികളെല്ലാം എഴുതി വെച്ചു. ഈ ഇന്ത്യ വിഷനിൽ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ MV നികേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിന്നെ നമ്മുടെ MV രാഘവൻ്റെ പാർട്ടിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ചോദിച്ചത് ഇതാണ്, കോമൺ മിനിമം പ്രോഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ അന്ന് കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി ഈ ഇടതുപക്ഷം അടക്കമുള്ളവർ പുറത്തു നിന്ന് കോൺഗ്രസിനെ പിന്തുണച്ചു. അന്ന് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക. നടന്നു അത്? അല്ല, 10 വർഷത്തേക്ക് അവർക്ക് പറ്റി. നോക്കൂ, 2004 തൊട്ട് 2008 ആയപ്പോഴത്തേക്ക് ആ സഖ്യം പൊളിഞ്ഞു വിട്ടുപോയി. അത് പൊളിഞ്ഞിട്ട് 2009 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷം 63 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷം ബംഗാളിലും കേരളത്തിലും കൂടി വിരലിലെണ്ണാവുന്ന സീറ്റുകളിലേക്ക് ഒതുക്കി. കേരളത്തിൽ നിന്ന് 4 പേരേ ജയിച്ചുള്ളൂ. CPI അടപടലം തോറ്റു. ബംഗാളിലും അതുപോലെ കുറച്ച് പേര് ജയിച്ചു. അങ്ങനെ 63 സീറ്റ് ഉണ്ടായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന് വലിയ തകർച്ചയാണ് 2009 നേരിട്ടത്. പിന്നെ 2014 നേരിട്ടത്. 2019 ആയപ്പോഴത്തേക്കും അവർ പതുക്കെ ഈ കോൺഗ്രസുമായിട്ട് ചേരണം എന്ന ഒരു തലത്തിലേക്ക് അവരുടെ നയം മാറി. CPI എപ്പോഴും വളരെ കൃത്യമായിട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്ന് അന്നും ഇന്നും എന്നും പറയും. കാരണം അവർക്ക് അധികാരം, അവരുടെ 2 പേരെ MP ആക്കണം, 2 പേരെ MLA മാരാക്കണം, 2 പേരെ രാജ്യസഭയിലേക്ക് വിടണം. ഇതിൽ കവിഞ്ഞു വേറെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ കേരളത്തിൽ ഭരണം കിട്ടിയ ഭരണത്തിൻ്റെ ഭാഗം. അപ്പോൾ അതാണ് CPI. ഇവർക്കൊന്നും ഇപ്പോൾ യാതൊരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുമില്ല. പണ്ട് EMS പറഞ്ഞത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടും എന്നാണ്. കാരണം BJPയുടെ പിന്തുണ വാങ്ങി VP സിംഗ് പ്രധാനമന്ത്രി ആയപ്പോൾ അത് തെറ്റല്ലേ എന്ന് ചോദിച്ച പത്രക്കാരോടൊക്കെ EMS ഇതേ നയമാണ് എടുത്തത് മറുപടി പറയാൻ. ആ EMSും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇന്നവിടെ നിൽക്കുന്നു. ഇതാണ് ചോദ്യം ഇവിടെ. അതുകൊണ്ട് തന്നെ 3ാം മുന്നണി വളരെ കൃത്യമായിട്ട്, കാരണം അവർക്കറിയാം കോൺഗ്രസുമായിട്ട് ഒത്തുപോയാൽ തങ്ങൾക്കൊരിക്കലും തങ്ങളുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് ഈ DMK പോലെയുള്ള പ്രാദേശിക കക്ഷികൾക്കറിയാം. എല്ലാ പ്രാദേശിക കക്ഷികൾക്കും അറിയാം, അഖിലേഷ് യാദവിന് ഉൾപ്പെടെ. അഖിലേഷ് യാദവ് ഒരു അർദ്ധ മനസ്സോടെ ഇങ്ങനെ നിൽക്കുകയാണ്, കോൺഗ്രസിനോടൊപ്പം തുടരണോ അതോ കോൺഗ്രസ് വിട്ട് പുറത്തു വരണോ. അങ്ങനെ കോൺഗ്രസിനെ വിട്ട് വന്നാൽ UPയിൽ അതൊരു ത്രികോണ മത്സരത്തിലേക്ക് പോകും. കാരണം ഇപ്പോൾ BSP അവിടെ വളരെ വീക്കാണ്. അവിടെ മായാവതിക്ക് ഇപ്പോൾ വലിയ റോളില്ല. അതുകൊണ്ട് തന്നെ മത്സരം അവിടെ BJPയും SP-യും നേരിട്ടാണ്. SP മീൻസ് SP പ്ലസ് കോൺഗ്രസ് പ്ലസ് സോ ആൻഡ് സോ. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, അപ്പുറത്ത് BJP ഒറ്റയ്ക്ക് നിൽക്കുന്നു. അങ്ങനെ ആ BJP ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന UPയിൽ കോൺഗ്രസും SP-യും തമ്മിൽ പിരിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഒരു ത്രികോണ മത്സരം വരും അല്ലേ? കോൺഗ്രസ് വളരെ ദുർബലമായിരിക്കുന്ന UPയിൽ കോൺഗ്രസ്സിന് അവിടെ കെട്ടിവെച്ച കാശ് കിട്ടില്ല. അഖിലേഷ് യാദവിൻ്റെ പച്ചയിൽ ആ തണലിലാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അഖിലേഷ് യാദവ് 3ാം മുന്നണിയിലേക്ക് വന്നാൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ? UPയിൽ കോൺഗ്രസ്സിന് പിന്നെ ഒറ്റപ്പെട്ട അവസ്ഥ. വളരെ ഒറ്റപ്പെട്ടു. കോൺഗ്രസ് ഇന്ന് എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ 1 കർണാടക, 2 തെലങ്കാന, 3 കേരളം. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലുണ്ട്. പക്ഷേ അത് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഹിമാചൽ പ്രദേശ് കയ്യിൽ നിന്ന് പോകും. തീർച്ചയാണ് അവിടെ BJP തിരിച്ചു വരും. എന്നാൽ അതങ്ങനെ ആൾട്ടർനേറ്റ് ഇതിൽ മാറി മാറി BJP കോൺഗ്രസ് BJP കോൺഗ്രസ് എന്നിങ്ങനെ മാറി മാറി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ സംസ്ഥാനം. പിന്നെ ഒരു സാധ്യതയുള്ളത് രാജസ്ഥാനാണ്. പക്ഷേ രാജസ്ഥാനിൽ ഇന്നത്തെ നിലയ്ക്ക് BJPയെ തറപറ്റിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ നിന്ന് ഉയരുന്നുണ്ട്. അത് കണ്ടു തന്നെ അറിയണം രാജസ്ഥാനിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത്.
പിന്നെ എല്ലാം കോൺഗ്രസ് നിൽക്കുന്നത് ഘടകകക്ഷികളുടെ സഹായത്താണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിനായിരുന്നു, ഇനിയിപ്പോൾ സ്റ്റാലിനില്ല, വിജയിയാണ്. അതെ അല്ലേ? തെലങ്കാനയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കാൻ വന്നു. പക്ഷേ ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് വളരെ ദയനീയമാണ്. മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, ഒഡീഷയിൽ, അല്ലേ, ഇവിടെയൊക്കെ കോൺഗ്രസ്സിന് ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇന്ത്യ മുന്നണി സഖ്യം പൊളിഞ്ഞ് സ്റ്റാലിൻ, അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ, ലാലുവും മകൻ തേജസ്വിയും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ബ്ലോക്കായി മാറിയാൽ അഖിലേഷ് വരണമെന്നില്ല. അഖിലേഷ് ഇന്നത്തെ നിലയ്ക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്തുചാടി തീരുമാനിക്കില്ല. അതിനതിൻ്റെതായ കാരണങ്ങളുണ്ട്. എല്ലാവർക്കും നിലനിൽപ്പാണ് പ്രശ്നം. അപ്പോൾ ഇത് തന്നെ ഒരു പ്രത്യേക ബ്ലോക്കായാൽ വരാൻ പോകുന്ന 2 വർഷം കഴിഞ്ഞോ 2-3 വർഷം കഴിഞ്ഞ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ? അല്ലേ? കേരളത്തിലും ഒരു ഇപ്പോൾ UDF വെസസ് LDF എന്നുള്ളത് UDF വെസസ് LDF വെസസ് BJP എന്നായിട്ടുണ്ട്. അല്ലേ? അത് പതുക്കെ ത്രികോണ മത്സരങ്ങളുടെ എണ്ണം, മണ്ഡലങ്ങളുടെ എണ്ണം കൂടും കേരളത്തിൽ. അവിടെ എല്ലാം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിടും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു 3-ാം മുന്നണി വന്നാൽ അത് കോൺഗ്രസ്സിന് വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ഈ 3-ാം മുന്നണി രൂപീകരിക്കാനുള്ള ഒരു നീക്കം ഇവർ നടത്തുന്നത് തന്നെ ഈ കോക്രോച്ച് പാർട്ടിയെ പേടിച്ചിട്ടാണ്. കാരണം കോക്രോച്ച് പാർട്ടിയെ പോലെ ഒരു കാര്യം കടന്നു വരുമ്പോൾ ആ കോക്രോച്ച് പാർട്ടി ഏറ്റവും കൂടുതൽ വിഴുങ്ങുന്നത് ഈ BJP വിരുദ്ധ പാർട്ടികളെയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞതുപോലെ DMK, അതുപോലെ ലാലുവിൻ്റെ പാർട്ടി, അതുപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി, ആം ആദ്മി പാർട്ടി, ഇങ്ങനെയുള്ള മഹാരാഷ്ട്രയിലെ NCP ഉൾപ്പെടെയുള്ള ഈ ചെറിയ ഘടകകക്ഷികളെ മുഴുവനും ഈ കോക്രോച്ച് വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ 3-ാം മുന്നണി അതുകൊണ്ടാണ് അവർ കോൺഗ്രസ്സിൽ നിന്ന് വിട്ട് വന്ന് ഞങ്ങൾ കോൺഗ്രസ്സുമായിട്ടും യോജിക്കുന്നില്ല, ഞങ്ങളൊരു പ്രത്യേക ബ്ലോക്കായിട്ട് നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വരുന്നത്. അതാണ് സ്റ്റാലിൻ്റെ അതിജീവനത്തിന്, പ്രത്യേകിച്ചും ഉദയനിധിയെ സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയില്ലെങ്കിൽ വലിയ അപകടമാണ് എന്ന് സ്റ്റാലിനറിയാം. ഡൽഹി ഭരിക്കുന്നത്, രാജ്യം ഭരിക്കുന്നത് BJP-യാണ്, നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഒരു മുഴ നീട്ടിയെറിഞ്ഞ് പോകാൻ സ്റ്റാലിൻ ശ്രമിക്കും. ഒരു ശക്തമായൊരു രാഷ്ട്രീയ സംവിധാനമുണ്ടെങ്കിൽ BJP-യോട് മുട്ടി നിൽക്കാം. അത് പക്ഷേ ഇനി കോൺഗ്രസിൻ്റെ തണലിൽ വേണ്ട എന്നാണ് സ്റ്റാലിൻ്റെ തീരുമാനം. ചതിക്ക് മറുപടി ചതി, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചോരയ്ക്ക് ചോര. അങ്ങനൊരു നിലപാടിലേക്ക് സ്റ്റാലിൻ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു 3-ാം മുന്നണി അസംതൃപ്തരായ ഒരുപാട് പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലുണ്ട്. അവരെ ചേർത്തുകൊണ്ട്, ആ ചെറിയ കക്ഷികളെ ചേർത്തുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 3-ാം കക്ഷി, ഒരു 3-ാമത്തെ മുന്നണി ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം.